നമസ്കാരം, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അഗത ക്രിസ്റ്റിയുടെ എക്സെപ്റ്റ്സ് ഫ്രം എൻ ഓട്ടോബയോഗ്രഫി എന്ന പാഠഭാഗമാണ്. എക്സെപ്റ്റ്സ് എന്ന് വെച്ചാൽ ശകലം അല്ലെങ്കിൽ ഉദ്ധരണി, ഒരു ഭാഗം എന്നാണ്. അപ്പോൾ ആത്മകഥയിലെ ഒരു ഭാഗമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം എഴുത്തുകാരി ഒന്ന് പരിചയപ്പെടാം. ഡെയിം അഗത മേരി ക്ലാരിസ ക്രിസ്റ്റി, the English detective novelist and playwright, was born in Devon, England, as the daughter of Frederick Alva Milner and Clarissa Margaret. ഡെയിം അഗത മേരി ക്ലാരിസ ക്രിസ്റ്റി എന്ന് പറയപ്പെടുന്നത് ഇംഗ്ലീഷിലെ പ്രശസ്തിയായിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് നോവലിസ്റ്റ് ആണ്. കൂടാതെ നാടകൃത്തുവാണ്. ഇംഗ്ലണ്ടിലെ ഡേവൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്രെഡറിക് ആൽവ മില്ലറുടെയും ക്ലാരിസ മാർഗരറ്റിന്റെയും മകളായിട്ടാണ് അഗത ക്രിസ്റ്റിയുടെ ജനനം. She is famous as a writer of detective fiction and her works were translated to more than 100 languages. അഗത ക്രിസ്റ്റി അറിയപ്പെടുന്ന ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ റൈറ്ററും അതുപോലെ തന്നെ അവരുടെ വർക്കുകൾ 100-ൽ പരം ഭാഷകളിലോട്ട് പരിഭാഷപ്പെടുത്തിയിട്ടുമുണ്ട്. She has 66 novels to her credit besides 40 short story collections. 66-ൽ പരം നോവലുകളും കൂടാതെ 14-ൽ പരം ചെറുകഥകളും അവളുടെ സമാഹാരത്തിലുണ്ട്. Her play The Mousetrap is known as the world's longest running play. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ നാടകം അഗത ക്രിസ്റ്റിയുടെ The Mousetrap ആണ്. She worked as a nurse during World War I and published her first novel The Mysterious Affair at Styles in 1920. ഫസ്റ്റ് വേൾഡ് വാർ കാലഘട്ടത്തിൽ അഗത ക്രിസ്റ്റി ഒരു നൈസായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് അവളുടെ ആദ്യത്തെ നോവലായിട്ടുള്ള ദ മിസ്റ്റീരിയസ് അഫെയർ എന്ന് പറയുന്ന കൃതി സ്റ്റൈലിനകത്ത് 1920 പബ്ലിഷ് ചെയ്യുന്നത്. മെനി ഓഫ് ഹർ വർക്ക്സ് were adapted into films and for television. അപ്പോൾ ഒരുപാട് അവളുടെ കൃതികൾ സിനിമകളായിട്ടും അല്ലെങ്കിൽ ടെലിവിഷനായിട്ടും അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. Hercule Poirot is a fictional detective Christie created and this Belgian detective was a part of many of her novels. അഗത ക്രിസ്റ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഹെർക്യൂൾ പൈററ്റ് എന്ന് പറയപ്പെടുന്നത്. ഇതൊരു ബെൽജിയൻ ഡിറ്റക്റ്റീവ് ആണ്. ഇതൊരു സാങ്കല്പിക കഥാപാത്രമാണ്. ഇതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് അഗത ക്രിസ്റ്റിയാണ്. ഷീ ഹാസ് റിട്ടൺ നോൺ ഫിക്ഷൻ ആൻഡ് റൊമാൻസസ് അതർ ദാൻ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ. അതായത് ഡിറ്റക്റ്റീവ് ഫിക്ഷൻ മാത്രമല്ല, നോൺ ഫിക്ഷൻ ആയിട്ടുള്ളതും റൊമാൻസ് ആയിട്ടുള്ളതും കൃതികൾ അഗത ക്രിസ്റ്റി എഴുതിയിട്ടുണ്ട്. ഇൻ ദ ലിറ്റററി വേൾഡ് ഷീ ഈസ് ഓഫൻ ഡിസ്ക്രൈബ്ഡ് ആസ് ദ ക്യൂൻ ഓഫ് മിസ്റ്ററി. അപ്പൊ ഈ ഒരു സാഹിത്യ മേഖലയിൽ അഗത ക്രിസ്റ്റി അറിയപ്പെടുന്നത് ക്യൂൻ ഓഫ് മിസ്റ്ററി എന്നാണ്, ദുരൂഹതയുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. ബിക്കോസ് ഓഫ് ഹെർ സ്കിൽ ഇൻ ക്രിയേറ്റിംഗ് സസ്പെൻസ് ആൻഡ് ഹെർ ക്യാരക്ടറൈസേഷൻ. അതിന് കാരണം അഗത ക്രിസ്റ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു സസ്പെൻസും അതേപോലെ തന്നെ ക്യാരക്ടറൈസേഷൻ, കഥാപാത്രവൽക്കരണമൊക്കെയാണ് അവൾക്ക് ക്യൂൻ ഓഫ് മിസ്റ്ററി എന്നുള്ള പേര് നേടിക്കൊടുത്തുള്ളത്. മിസ് ജെയിൻ മാപ്പിൾ വാസ് എൻ എൽഡർലി വുമൺ ഡിറ്റക്റ്റീവ് അഗത ക്രിസ്റ്റി ഇൻട്രൊഡ്യൂസ്ഡ് ടു ഹെർ റീഡേഴ്സ്. അപ്പോൾ തന്റെ വായനക്കാർക്ക് മുന്നിലായിട്ട് വേറൊരു കഥാപാത്രം അഗത ക്രിസ്റ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊരു സ്ത്രീയാണ്. അവരുടെ പേര് മിസ് ജെയിൻ മാർപ്പിൾ എന്നാണ്. അപ്പോൾ മിസ് ജെയിൻ മാർപ്പിളും ഹെർക്യൂൾ പൈററ്റും വളരെ പ്രശസ്തമായിട്ടുള്ള രണ്ട് ഡിറ്റക്റ്റീവ് കഥാപാത്രങ്ങളാണ്. Hercule Poirot is the first fictional character whose obituary was published in a newspaper. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ഇമാജിനറി കഥാപാത്രത്തെ അല്ലെങ്കിൽ ഒരു സാങ്കല്പിക കഥാപാത്രത്തിന്റെ ചരമ വാർത്ത ഒരു പേപ്പറിനകത്ത് പ്രസിദ്ധീകരിക്കുന്നത്. അത് ഈ അഗത ക്രിസ്റ്റിയുടെ ഹെർക്യൂൾ പൈററ്റിനെ പറ്റിയാണ്. In this excerpt, Agatha Christie describes her life as a nurse during the First World War and her initial interest in writing detective fiction. അപ്പോൾ ഇതിനകത്ത് ഈ എക്സെപ്റ്റിനകത്ത് ഈ ഒരു ശകലത്തിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് അഗത ക്രിസ്റ്റി അവളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഫസ്റ്റ് വേൾഡ് വാർ കാലഘട്ടത്തിൽ നൈസായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവൾ അനുഭവിച്ച പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഒരു ഡിറ്റക്റ്റീവ് ഫിക്ഷൻ എഴുതാൻ തുടക്കത്തിലുണ്ടായിട്ടുള്ള ഇനീഷ്യൽ ഇൻട്രസ്റ്റ്, തുടക്കത്തിലെ താല്പര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. An autobiography is the title of Agatha Christie's life story narrated by her. ഈ an autobiography എന്ന് പറയുന്ന ഒരു വർക്ക് അഗത ക്രിസ്റ്റിയുടെ ജീവിതത്തിലെ സംഭവങ്ങളെ വിശദീകരിക്കുന്നതാണ്. ആൻഡ് ഇറ്റ്സ് ട്രേസസ് ഹെർ എക്സ്പീരിയൻസസ് ഫ്രം ചൈൽഡ്ഹുഡ് ടു ഹെർ ജേർണീസ് ടു ഇറാഖ് ആൻഡ് ടർക്കി വിത്ത് ഹെർ ആർക്കിയോളജിസ്റ്റ് ഹസ്ബൻഡ്. ഇതിനകത്ത് അഗത ക്രിസ്റ്റി തന്റെ കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പുരാവസ്തു ഗവേഷകനായിട്ടുള്ള ഭർത്താവിനൊപ്പം ഇറാഖിലേക്കും തുർക്കിലേക്കും അവരുടെ യാത്രകളുടെ അനുഭവങ്ങളൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. This autobiography is an interesting work about the life and art of Agatha Christie and her happiness and breakdown at different points in life.
അപ്പൊ ഈ ഒരു ആത്മകഥയ്ക്കകത്ത് അഗതാ ക്രിസ്റ്റിയുടെ ജീവിതത്തെ പറ്റിയിട്ടും കലയെ പറ്റിയിട്ടും വളരെ രസകരമായുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ അവർ നേരിടുന്ന തകർച്ചകളും സന്തോഷങ്ങളും ഒക്കെ അതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. Being an imaginative person and a great storyteller, this memoir is also a mark of her mystery, loving and adventurous spirit. അപ്പോൾ താനൊരു ഭാവനാ സമ്പന്നയായിട്ടുള്ള വ്യക്തിയായിട്ടും അല്ലെങ്കിൽ നല്ലൊരു മികച്ച കഥാകാരിയായിട്ടൊക്കെ തൻ്റെ ഓർമ്മക്കുറിപ്പുകൾ വ്യക്തമായിട്ട് വരച്ചിടാൻ എഴുത്തുകാരിക്ക് കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു മിസ്റ്ററി ലവിങ് ആയിട്ടുള്ള ദുരൂഹത ഉളവാക്കുന്ന സ്നേഹസമ്പന്നമായിട്ടുള്ള ഒരു അഡ്വഞ്ചർ സ്പിരിറ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് അഗത ക്രിസ്റ്റി സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ദിസ് ഓട്ടോബയോഗ്രഫി ഇൻ 1950 ആൻഡ് കംപ്ലീറ്റഡ് ഇറ്റ് ഇൻ 1965. അപ്പോൾ 1950 ഈ ആത്മകഥ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് അവസാനിക്കുന്നത് 1965. സ്പെൻഡിങ് 15 years റൈറ്റിംഗ് ദിസ് ബുക്ക്. ഏകദേശം 15 വർഷത്തിലധികം എടുത്തു ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ദിസ് വർക്ക് വാസ് പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി ഇൻ 1977, ആൾമോസ്റ്റ് 2 years ആഫ്റ്റർ ഹെർ ഡെത്ത്. അപ്പോൾ ഈ ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ആത്മകഥ പബ്ലിഷ് ചെയ്യുന്നത് 1977. അതായത് അഗതാ ക്രിസ്റ്റി മരണമടഞ്ഞ് ഏകദേശം 2 വർഷം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഒരു ആത്മകഥ മരണാനന്തരമായിട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ക്രിസ്റ്റി ഡീറ്റെയിൽസ് ഹെർ എക്സ്പീരിയൻസസ് വിച്ച് ലെഡ് ടു ഹെർ ഫസ്റ്റ് നോവൽ ദ മിസ്റ്റീരിയസ് അഫെയർ അറ്റ് സ്റ്റൈൽസ്, ഫൈനലി പബ്ലിഷ്ഡ് ഇൻ 1920 ആഫ്റ്റർ റിജക്ഷൻ ഫ്രം മെനി പബ്ലിഷേഴ്സ്. അപ്പോൾ അഗതാ ക്രിസ്റ്റി തൻ്റെ ഈ അനുഭവം ഇതിനകത്ത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് തൻ്റെ ഫസ്റ്റ് നോവലായിട്ടുള്ള മിസ്റ്റീരിയസ് അഫെയർ എന്ന് പറയുന്നത് സ്റ്റൈലിനകത്ത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് പലതരത്തിലുള്ള അനുഭവങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഫൈനലി പബ്ലിഷ് ഇൻ 1920 ആഫ്റ്റർ റിജക്ഷൻ ഫ്രം മെനി പബ്ലിഷേഴ്സ്. പല പ്രസാധകരും പബ്ലിഷ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം 1920 സ്റ്റൈലിനകത്താണ് ഈ ആദ്യമായിട്ടുള്ള നോവൽ പബ്ലിഷ് ചെയ്ത് വന്നുള്ളത്. ദിസ് എക്സെപ്റ്റ് ഈസ് ടേക്കൺ ഫ്രം ചാപ്റ്റർ 3 ഓഫ് ഹെർ മെമ്മോർ വെർ ഷി ടെൽസ് ദ റീഡേഴ്സ് ഹൗ ഷി പ്ലാൻ ഹെർ ഫസ്റ്റ് നോവൽ ആൻഡ് ഹൗ ഷി ഫൈനലൈസ്ഡ് ദ ക്യാരക്ടേഴ്സ് ഫോർ ഇറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള ഈ ഒരു എക്സെപ്റ്റ്, ഈ ഒരു പാഠഭാഗം അല്ലെങ്കിൽ ഈ ഒരു ശകലം എന്ന് പറയുന്നത് ചാപ്റ്റർ 3 ഓർമ്മക്കുറിപ്പിൽ നിന്നാണ് നമുക്ക് പാഠഭാഗം എടുത്തുള്ളത്. അത് ചർച്ച ചെയ്യുന്നത് എന്താണ്? ഷി ടെൽസ് ദ റീഡേഴ്സ് ഹൗ ഷി പ്ലാൻഡ് ഹെർ ഫസ്റ്റ് നോവൽ. തൻ്റെ ആദ്യ നോവൽ താൻ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഹൗ ഷി ഫൈനലൈസ്ഡ് ദ ക്യാരക്ടേഴ്സ് ഫോർ ഇറ്റ്. അതിന് വേണ്ട ഓരോ കഥാപാത്രം എങ്ങനെയാണ് ഫൈനലൈസ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള എഴുത്തിൻ്റെ പ്രാരംഭമായിട്ടുള്ള പല കാര്യങ്ങളാണ് ഈ 3rd ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഏതായാലും നേരിട്ട് ചാപ്റ്ററിലേക്ക് എൻ്റർ ചെയ്യാം. ഇറ്റ് വാസ് വൈൽ I was working in the dispensary that I first conceived the idea of writing a detective story. അപ്പോൾ ഞാനൊരു ഡിസ്പെൻസറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഒരു ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതണമെന്ന് മനസ്സിൽ ആശയം ജനിക്കുന്നത്. അപ്പോൾ എഴുത്തുകാരി എങ്ങനെയാണ് ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറികൾ എഴുതാൻ തുടങ്ങുന്നതാണ് പറയുന്നത്. The idea had remained in my mind since Madge's earlier challenge. മാഡ്ജിന്റെ ഭാഗത്ത് നിന്ന് ഓൾറെഡി ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. മാഡ്ജ് എന്ന് പറയുന്നത് ഇവിടെ അഗതാ ക്രിസ്റ്റിയുടെ സഹോദരിയാണ്. മാഡ്ജ് ഫ്രയറി മില്ലർ എന്ന് പറയപ്പെടുന്ന അഗതാ ക്രിസ്റ്റിയുടെ സഹോദരി ഒരു എഴുത്തുകാരി കൂടിയായിരുന്നു. മാത്രമല്ല പ്രശസ്തനായിട്ടുള്ള ജെയിംസ് വാട്ടിനെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഈ ഒരു മാഡ്ജ് എന്നറിയപ്പെടുന്ന മാർഗ്രറ്റ് ഫെയറി മില്ലറാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഈ മാർഗ്രറ്റ് ഫെയറി മില്ലർ അല്ലെങ്കിൽ മാഡ്ജസ് തൻ്റെ സഹോദരിയായിട്ടുള്ള അഗതാ ക്രിസ്റ്റിയെ കളിയാക്കായിരുന്നു അല്ലെങ്കിൽ വെല്ലുവിളി നടത്തിയിട്ടുണ്ടായിരുന്നു, താൻ എന്തെങ്കിലും ഒരു എഴുത്തുകാരിയാവോ എന്നുള്ളത്. അപ്പോൾ അത്തരം ഒരു ചിന്തയും നമ്മുടെ എഴുത്തുകാരുടെ മനസ്സിലുണ്ട്. ആൻഡ് മൈ പ്രസന്റ് വർക്ക് സീം ടു ഓഫർ എ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റി. മാത്രമല്ല എൻ്റെ ഇപ്പോഴത്തെ ഒരു ജോലി, ഈ ഒരു ഡിസ്പെൻസറിയിലെ ജോലി എന്ന് പറയുന്നത് കഥ എഴുതാൻ പറ്റിയ ഒരു സാഹചര്യമാണ്, ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് എഴുത്തുകാരി മനസ്സിലാക്കുന്നുണ്ട്. അൺലൈക്ക് നഴ്സിംഗ് വേർ ദർ ആൾവേസ് വാസ് സംതിങ് ടു ഡു. അപ്പോൾ നഴ്സിംഗ് അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ജോലി ചെയ്യണമെന്ന് അഗതാ ക്രിസ്റ്റിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഡിസ്പെൻസിങ് കൺസിസ്റ്റഡ് ഓഫ് സ്ലാക്ക് ഓർ ബിസി പീരീഡ്സ്. ചില സമയത്ത് ഇവിടെ ഡിസ്പെൻസറിയിൽ വളരെ തിരക്കുള്ള സമയങ്ങളുണ്ടായിരിക്കും, ബിസി പീരീഡ്സ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്ലാക്ക് ആയിരിക്കും, വളരെ സ്ലോ ആയിട്ടായിരിക്കും. അപ്പോൾ ചില സമയത്ത് ജോലി ഉണ്ടായിരിക്കും, അല്ലാത്ത സമയങ്ങളിൽ ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരിക്കും. സംടൈംസ് ഐ വുഡ് ബി ഓൺ ഡ്യൂട്ടി അലോൺ ഇൻ ദ ആഫ്റ്റർനൂൺ വിത്ത് ഹാർഡ്ലി എനിത്തിങ് ടു ഡു ബട്ട് സിറ്റ് അബൌട്ട്. ചില ആഫ്റ്റർനൂൺ സെഷനകത്ത് ഡിസ്പെൻസറിയിൽ ഒരു ജോലി ഇല്ലാതിരിക്കുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഹാവിങ് സീൻ ദാറ്റ് ദ സ്റ്റോക്ക് ബോട്ടിൽസ് വർ ഫുൾ ആൻഡ് അറ്റൻഡഡ് ടു. അപ്പോൾ അവിടെയുള്ള ബോട്ടിലുകളിലൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട് നമ്മുടെ എഴുത്തുകാരി. അപ്പോൾ അഗതാ ക്രിസ്റ്റി തൻ്റെ എഴുത്തൊക്കെ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഡിസ്പെൻസറിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള സ്റ്റോക്ക് ബോട്ടിൽസ് ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്.
വൺ വാസ് അറ്റ് ലിബർട്ടി ടു ഡു എനിത്തിങ് വൺ പ്ലേസ് എക്സെപ്റ്റ് ലീവ് ദ ഡിസ്പെൻസറി. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയങ്ങളിലൊക്കെ ഫ്രീ സമയത്തൊക്കെ അഗത ക്രിസ്റ്റി ആ ഡിസ്പെൻസറിയിൽ ചെലവഴിക്കുന്ന സമയത്ത് എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം എഴുത്തുകാരിക്ക് ഉണ്ടായിരുന്നു. വൺ വാസ് അറ്റ് ലിബർട്ടി ടു ഡു എനിത്തിങ്, എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എക്സെപ്റ്റ് ലീവ് ദ ഡിസ്പെൻസറി, ഈ ഡിസ്പെൻസറിയിൽ നിന്ന് പോവാതെ ഈ ഫ്രീ ടൈമിൽ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത അഗത ക്രിസ്റ്റിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഐ ബിഗൻ കൺസിഡറിങ് വാട്ട് കൈൻഡ് ഓഫ് എ ഡിറ്റക്റ്റീവ് സ്റ്റോറി ഐ കുഡ് റൈറ്റ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ഏത് തരത്തിലുള്ള ഡിറ്റക്റ്റീവ് സ്റ്റോറിയാണ് എനിക്ക് എഴുതാൻ കഴിയുക. സിൻസ് ഐ വാസ് സറൗണ്ടഡ് ബൈ പോയ്സൺസ്, എൻ്റെ ചുറ്റുമുള്ളത് പോയ്സൺ ആണ്. പെർഹാപ്സ് ഇറ്റ് വാസ് നാച്ചുറൽ ദാറ്റ് ഡെത്ത് ബൈ പോയ്സണിങ് ഷുഡ് ബി ദ മെത്തേഡ് ഐ സെലക്റ്റഡ്. അപ്പോൾ തൻ്റെ ഡിറ്റക്റ്റീവ് കഥയിൽ എന്തുകൊണ്ട് ഇത്തരം പോയ്സൺ ഉപയോഗിച്ച് കൊലപാതകം നടത്തിക്കൂടാ, അത് സ്വാഭാവികമായിട്ടുള്ള മരണമാവില്ലേ, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഡെത്തായിട്ട് മാറില്ലേ എന്നുള്ള ചിന്താഗതി നമ്മുടെ എഴുത്തുകാരുടെ മനസ്സിൽ കടന്നുകൂടണം. ഐ സെറ്റിൽഡ് ഓൺ വൺ ഫാക്ട് വിച്ച് സീം ടു മീ ടു ഹാവ് പോസിബിലിറ്റീസ്. അപ്പോൾ ഒരുപാട് സാധ്യതകളുള്ള ഈ ഒരു മെത്തേഡ് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ സെലക്ട് ചെയ്യണം. ഐ ടോയ്ഡ് വിത്ത് ഐഡിയ, അപ്പം ഞാൻ ആ ആശയം എൻ്റെ മനസ്സിലിട്ട് ഇങ്ങനെ താലോലിക്കുകയാണ്. ലൈക്ഡ് ഇറ്റ്, അതിന് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഫൈനലി അക്സെപ്റ്റഡ് ഇറ്റ്, അങ്ങനെ അവസാനം ഞാൻ ആ ഒരു മെത്തേഡ് സ്വീകരിക്കുകയാണ്. ദെൻ ഐ വെന്റ് ഓൺ ദ ഡ്രമാറ്റിക് പേഴ്സോണ. പിന്നീട് ഞാൻ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലേക്ക് വന്നു. അപ്പോൾ ആദ്യത്തെ കാര്യം ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതണമെന്ന് തീരുമാനിച്ചു. പിന്നെ എങ്ങനത്തെ ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതാൻ തീരുമാനിച്ചു. ഇനി പറയാൻ പോകുന്നത് ആ ഡിറ്റക്റ്റീവ് സ്റ്റോറിക്കകത്ത് ഓരോ കഥാപാത്രങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഹൂ ഷുഡ് ബി പോയിസൺ, അപ്പൊ ഇനി ആർക്കാണ് വിഷം കൊടുക്കുക. ഹൂ വുഡ് പോയിസൺ ഹിം ഓർ ഹെർ, അല്ലെ, ഇനി ആരാണ് ഈ വിഷം കൊടുക്കുന്ന ആള്, അല്ലെ, അത് അവനാണോ അവളാണോ, വെൻ എപ്പോഴാണ്, വേർ എവിടെ വെച്ചാണ്, ഹൗ എങ്ങനെയാണ്, വൈ എന്തുകൊണ്ടാണ്, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അഗത ക്രിസ്റ്റിയുടെ മനസ്സിലേക്ക് വരികയാണ്. ആൻഡ് ആൾ ദ റെസ്റ്റ് ഓഫ് ഇറ്റ്, ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എവിടെ നടക്കണം, ഏതൊക്കെ രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, ഏതൊക്കെ കഥാപാത്രങ്ങൾ വേണം എന്നുള്ള കാര്യത്തിലേക്ക് കടക്കണം. It would have to be very much of an in-time murder owing to the particular way it was done. ഇനിയുള്ള കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യും, ഒരു പ്രത്യേക രീതി, ഇൻ ടൈം മർഡർ ആയിട്ട് പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് എഴുത്തുകാർ തീരുമാനിക്കുകയാണ്. ഇറ്റ് വുഡ് ഹാവ് ടു ബി ഓൾ ഇൻ ദ ഫാമിലി സോ ടു സ്പീക്ക്. അപ്പോൾ ഇത്തരം കൊലപാതകങ്ങളൊക്കെ സംഭവിക്കുന്നത് സാധാരണ ഒരു വീട്ടിനകത്താണ്. ദർ വുഡ് നാച്ചുറലി ഹാവ് ടു ബി എ ഡിറ്റക്റ്റീവ്. അപ്പോൾ ഈ ഒരു കഥയ്ക്കകത്ത് ഒരു ഡിറ്റക്റ്റീവ് വേണം, ഒരു ഡിറ്റക്റ്റീവ് കഥാപാത്രം വേണം, എന്നാലേ അതൊരു ഡിറ്റക്റ്റീവ് സ്റ്റോറി ആയിട്ട് മാറുള്ളൂ. അറ്റ് ദാറ്റ് ഡേറ്റ്, ആ ഒരു സമയത്ത് ഇറ്റ് വാസ് വെൽ സ്റ്റീപ്ഡ് ഇൻ ദ ഷെർലോക്ക് ഹോംസ് ട്രഡീഷൻ. ആ സമയത്ത് ഞാൻ ഷെർലോക്ക് ഹോംസിന്റെ കൃതികളൊക്കെ വായിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഡിറ്റക്റ്റീവ് സ്റ്റോറീസ് ഞാൻ വായിക്കാറുണ്ട്. ഐ വാസ് വെൽ സ്റ്റീപ്ഡ്, ഞാൻ അതിൽ മുഴുകാറുണ്ട്. അപ്പോൾ ഷെർലോക്ക് ഹോംസിന്റെ ഡിറ്റക്റ്റീവ് കഥകളൊക്കെ വായിക്കുന്ന ഒരു സമയമായിരുന്നു അത്. സോ ഐ കൺസിഡേർഡ് ഡിറ്റക്റ്റീവ്സ്, അതുകൊണ്ട് തന്നെ എൻ്റെ കഥയിലും ഒരു ഡിറ്റക്റ്റീവ് വേണമെന്ന് തീരുമാനിക്കണം. ഐ മസ്റ്റ് ഇൻവെന്റ് വൺ ഓഫ് മൈ ഓൺ. അപ്പോൾ നോട്ട് ലൈക്ക് ഷെർലോക്ക് ഹോംസ്, അപ്പോൾ എൻ്റെ കഥയിലെ ഡിറ്റക്റ്റീവ് ഒരിക്കലും ഷെർലോക്ക് ഹോംസിനെ പോലെ ആവരുത്. ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ഐ മസ്റ്റ് ഇൻവെന്റ് വൺ മൈ ഓൺ. അപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള കണ്ടുപിടുത്തത്തിലുള്ള ഒരു കഥാപാത്രം, ഒരു ഡിറ്റക്റ്റീവ് കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കേണ്ടതെന്ന് എഴുത്തുകാർ തിരിച്ചറിയണം. ആൻഡ് ഹി വുഡ് ആൾസോ ഹാവ് എ ഫ്രണ്ട് ആസ് എ കൈൻഡ് ഓഫ് ബട്ട് ഓർ സ്റ്റൂച്ച്. അപ്പോൾ ഈ സാധാരണ രീതിയിൽ ഡിറ്റക്റ്റീവ് കഥകൾക്കകത്ത്, ഷെർലോക്ക് ഹോംസ് ആയിക്കോട്ടെ മറ്റുള്ള ഡിറ്റക്റ്റീവ് കഥകളിലൊക്കെ ഈ ഡിറ്റക്റ്റീവുള്ള മെയിൻ നായകനെ സപ്പോർട്ട് ചെയ്തിട്ട് സഹായിക്കാനായിട്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ചില കഥാപാത്രങ്ങൾ, ബട്ടിനെ പോലെയോ അല്ലെങ്കിൽ സ്റ്റൂജിനെ പോലെയുള്ള കഥാപാത്രങ്ങൾ, ഫ്രണ്ടായിട്ടുള്ള കഥാപാത്രങ്ങളും ഇതിനകത്ത് വേണം. ദാറ്റ് വുഡ് നോട്ട് ബി ടു ഡിഫിക്കൽട്ട്, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഐ റിട്ടേൺ ടു തോട്ട്സ് ഓഫ് മൈ അതർ ക്യാരക്ടേഴ്സ്. പിന്നെ ഞാൻ മറ്റുള്ള കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ആദ്യം ഈ ഡിറ്റക്റ്റീവ് സ്റ്റോറി എഴുതാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ കാര്യം ആ ഡിറ്റക്റ്റീവ് സ്റ്റോറിക്കകത്ത് പോയിസൺ ഉപയോഗിച്ചുള്ള കൊലപാതകം തീരുമാനിച്ചു. മൂന്നാമത്തെ കാര്യം അതിനകത്തൊരു ഡിറ്റക്റ്റീവ് വേണം തീരുമാനിച്ചു. നാലാമത്തെ കാര്യം ഡിറ്റക്റ്റീവിനെ ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരാൾ വേണമെന്ന് തീരുമാനിച്ചു. ഇനി മറ്റുള്ള കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. ഹു ഹാസ് ടു ബി മർഡേഡ്, ഇനി ആരെയാണ് കൊല്ലേണ്ടത്. എ ഹസ്ബൻഡ് കുഡ് മർഡർ ഹിസ് വൈഫ്. അപ്പോൾ സാധാരണ രീതിയിൽ ഹസ്ബൻഡാണ് ഒരു ഭാര്യയെ കൊല്ലാറ്, അല്ലെ, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നതാണ് നമ്മൾ സാധാരണ കണ്ടുവരാറ്. ദാറ്റ് സീം ടു ബി ദ മോസ്റ്റ് യൂഷ്വൽ കൈൻഡ് ഓഫ് മർഡർ, അതൊരു സാധാരണ രീതിയിലൊരു കൊലപാതകമാണ്. ഐ കുഡ്, ഓഫ് കോഴ്സ് എനിക്കറിയാം, ഹാവ് എ വെരി അൺയൂഷ്വൽ കൈൻഡ് ഓഫ് മർഡർ ഫോർ എ വെരി അൺയൂഷ്വൽ മോട്ടീവ്. എഴുത്തുകാർ ചിന്തിക്കുകയാണ്, എൻ്റെ കഥയ്ക്കകത്ത് ഒരു അൺയൂഷ്വൽ കൈൻഡ് ഓഫ് മർഡർ, സാധാരണ രീതിയിലല്ലാത്തൊരു മർഡറും ആ മർഡറിന് അൺയൂഷ്വൽ മോട്ടീവ്, സാധാരണ രീതിയിലുള്ള ഒരു പ്രചോദനം ഉണ്ടാവാത്ത ഒരു റെയർ ആയിട്ടുള്ള കാര്യമാണ് ഇതിനകത്ത് വേണ്ടത് തീരുമാനിക്കുന്നത്. ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് അപ്പീൽ ടു മീ ആർട്ടിസ്റ്റിക്കലി. പക്ഷെ അത്തരം കാര്യങ്ങൾ ഒരിക്കലും എനിക്ക് ആർട്ടിസ്റ്റിക്കലി ആയിട്ട് അവതരിപ്പിക്കാൻ ഈ കൃതിക്കകത്ത് കഴിയില്ല. The whole point of a good detective story was that it must be somebody obvious, but at the same time, for some reason, you would then find that it was not obvious.
അതായത് ചില നല്ല ഡിറ്റക്റ്റീവ് കഥകൾക്കകത്ത് നമ്മൾ വിചാരിക്കും ഇദ്ദേഹമായിരിക്കും കൊലപാതകം ചെയ്യാന്ന് നമ്മൾ ആദ്യം നമുക്ക് സൂചനകൾ തരും. പക്ഷെ ചില സമയത്ത് യു വുഡ് ദെൻ ഫൈൻഡ്, പിന്നെ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് വാസ് നോട്ട് ഒബ്വിയസ്. ചിലപ്പോൾ അതല്ല, അത് കൃത്യമായിട്ടുള്ളതല്ല, അത് വ്യക്തമായിട്ടുള്ള സൂചന അല്ല എന്ന് നമ്മൾ തിരിച്ചറിയും. നമ്മൾ വിചാരിക്കും ആ കഥാപാത്രം ആയിരിക്കില്ല കൊലപാതകം ചെയ്ത് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ദോ റിയലി ഓഫ് കോഴ്സ് ഹി ഹാഡ് ഡൺ ഇറ്റ്, ചിലപ്പോൾ അയാൾ തന്നെ ആയിരിക്കും അവസാനം ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരു നല്ല ഡിറ്റക്റ്റീവ് സ്റ്റോറിക്കകത്ത് നമ്മൾ ആരെയാണ് കൊലപാതകം നടത്തുന്നത് എന്നുള്ള സൂചനകൾ തരികയും ചില സമയത്ത് നമ്മൾ അദ്ദേഹം അല്ലാതെ തിരിച്ചറിയുകയും എന്നാൽ അവസാനത്തിൽ അദ്ദേഹം തന്നെയാണ് കൊലപാതകം നടത്തിയെന്നുള്ള തിരിച്ചറിവ് വരുമ്പോൾ വായനക്കാരനെ വ്യക്തമായിട്ടും എന്ത് ചെയ്യണം, കബളിപ്പിക്കുന്ന രീതിയിലുള്ള നല്ല ഡിറ്റക്റ്റീവ് സ്റ്റോറികൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ എഴുത്തുകാർ തിരിച്ചറിയുന്നുണ്ട്. അറ്റ് ദാറ്റ് പോയിന്റ് ഐ ഗോട്ട് കൺഫ്യൂസ്ഡ്. ഈ ഒരു നിമിഷത്തിലെത്തിയപ്പോൾ എഴുത്തുകാരി ആകെ കൺഫ്യൂസ്ഡ് ആവുകയാണ്, പ്രത്യേകിച്ച് കഥാപാത്രവൽക്കരണം അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത്. ആൻഡ് വെന്റ് അവേ ആൻഡ് മെയ്ഡ് അപ്പ് എ കപ്പിൾ ഓഫ് ബോട്ടിൽസ് ഓഫ് എക്സ്ട്രാ ഹൈപ്പോക്ലോറസ് ലോഷൻ. അപ്പോൾ ഇത്തരം കഥകളുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് എഴുത്തുകാരി തൻ്റെ ആ ഒരു ചിന്ത അവിടെ അവസാനിപ്പിച്ചിട്ട് തൻ്റെ ജോലിയിലേക്ക് തിരിച്ചു വരികയാണ്. ആൻഡ് വെന്റ് അവേ ആൻഡ് മെയ്ഡ് അപ്പ് എ കപ്പിൾ ഓഫ് ബോട്ടിൽസ് ഓഫ് എക്സ്ട്രാ ഹൈപ്പോക്ലോറസ് ലോഷൻ. അപ്പോൾ ആ ഒരു സമയത്തിൽ ആകെ നിരാശയിലായിട്ട് എഴുത്തുകാരി ആ ചിന്തയൊക്കെ അവിടെ അവസാനിപ്പിച്ച് തൻ്റെ ജോലിയിലേക്ക് തിരിഞ്ഞു വരികയാണ്. എന്നിട്ട് ഹൈപ്പോക്ലോറസ് ലോഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. മാത്രമല്ല അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഐ ഷുഡ് ബി ഫെയർലി ഫ്രീ ഓഫ് വർക്ക് ദ നെക്സ്റ്റ് ഡേ. അപ്പോൾ തൊട്ടടുത്ത ദിവസത്തെ ജോലിയിൽ എനിക്ക് കുറച്ച് ഇളവ് കിട്ടുമെന്ന് എഴുത്തുകാരി മനസ്സിലാക്കുകയാണ്. ഐ വെന്റ് ഓൺ പ്ലേയിങ് വിത്ത് മൈ ഐഡിയ ഫോർ സം ടൈം. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആശയം എൻ്റെ മനസ്സിലിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിറ്റ്സ് ഓഫ് ഇറ്റ് ബിഗാൻ ടു ഗ്രോ. പതിയെ ആ ആശയം ഇങ്ങനെ വളരാൻ തുടങ്ങി. ഐ സോ ദ മർഡർ നൗ. ഇപ്പോൾ ആ കൊലപാതകം നടത്തേണ്ട കൊലപാതകയുടെ ചിത്രം എൻ്റെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. ഹി വുഡ് ഹാവ് ടു ബി റാദർ സിനിസ്റ്റർ ലുക്കിംഗ്. അപ്പോൾ അഗത ക്രിസ്റ്റിയുടെ മനസ്സിനകത്ത് ഓരോ കഥാപാത്രത്തെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്രിയേറ്റിവിറ്റിയുടെ സമയത്ത് അഗത ക്രിസ്റ്റി പറയുന്നുണ്ട് ഹി വുഡ് ഹാവ് ടു ബി റാദർ സിനിസ്റ്റർ ലുക്കിംഗ്. അപ്പോൾ എൻ്റെ കഥയിലെ ആ മർഡർ, ആ കൊലപാതകം എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ദുഷ്ടന്റെ രൂപം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം, സിനിസ്റ്റർ ലുക്കിംഗ് ആയിരിക്കണം. ഹി വുഡ് ഹാവ് എ ബ്ലാക്ക് ബിയർഡ്, മാത്രമല്ല ഒരു കറുത്ത താടി ഉണ്ടായിരിക്കണം. ദാറ്റ് അപ്പിയർഡ് ടു മീ അറ്റ് ദാറ്റ് ടൈം വെരി സിനിസ്റ്റർ. അപ്പോൾ താടിയൊക്കെ ഉള്ള ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ദുഷ്ടകഥാപാത്രമായിട്ട് തോന്നും. There were some acquaintances who had recently come to live near us. അപ്പോൾ ആ ഒരു സമയത്ത് കുറച്ച് ഞങ്ങളുടെ പരിചയക്കാർ അവിടെ താമസിക്കാനായിട്ട്, ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ദ ഹസ്ബൻഡ് ഹാഡ് എ ബ്ലാക്ക് ബിയർഡ്. അപ്പോൾ ആ എഴുത്തുകാരി ഇങ്ങനെ തൻ്റെ ചുറ്റുപാടുള്ള ആ പരിചയക്കാരെ ഇങ്ങനെ നിരീക്ഷിക്കുന്ന സമയത്ത് അവിടെ ഒരു ഹസ്ബൻഡ് ഉണ്ട്. ദ ഹസ്ബൻഡ് ഹാഡ് എ ബ്ലാക്ക് ബിയർഡ്. ആ ഹസ്ബൻഡിന് കറുത്ത താടിയുണ്ട്. ആൻഡ് ഹി ഹാഡ് എ വൈഫ്. അദ്ദേഹത്തിന് ഒരു ഭാര്യയുണ്ട്. ഹു വാസ് ഓൾഡർ ദാൻ ഹിംസെൽഫ്. തന്നേക്കാൾ പ്രായമുണ്ട് അയാളുടെ ഭാര്യയ്ക്ക്. ആൻഡ് ഹു വാസ് വെരി റിച്ച്. മാത്രമല്ല തന്നേക്കാൾ പ്രായം കൂടിയതാണെങ്കിലും ഭാര്യ സമ്പന്നയായിരുന്നു. യെസ് ഐ തോട്ട് ദാറ്റ് മൈ ഡു ആസ് എ ബേസിസ്. അപ്പോൾ അതൊരു അടിസ്ഥാനമായിട്ട് ചെയ്യാൻ തീരുമാനിച്ചു എഴുത്തുകാരി. ഐ കൺസിഡേർഡ് ഇറ്റ് അറ്റ് സം ലെങ്ത്. ഒരു പരിധി വരെ ഞാൻ ആ രീതിയിൽ തന്നെ കൊണ്ടുപോയത്. ഇറ്റ് മൈ ഡു ബട്ട് ഇറ്റ് വാസ് നോട്ട് എൻറ്റയർലി സാറ്റിസ്ഫാക്ടറി. പക്ഷേ അത് പൂർണ്ണമായിട്ടും അതെനിക്ക് തൃപ്തികരമായിരുന്നില്ല. ആ താടിക്കാരനായിട്ടുള്ള മർഡറെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് അതൊരു തൃപ്തികരല്ലാതെ എഴുത്തുകാരിക്ക് തോന്നി. ദ മെൻ ഇൻ ക്വസ്റ്റ്യൻ വുഡ് ഐ വാസ് ഷുവർ നെവർ മർഡർ എനിബഡി. അപ്പോൾ ആ ഒരു മനുഷ്യൻ, ആ താടി വെച്ച മനുഷ്യൻ ഒരിക്കലും ഒരാളെ കൊല്ലാനുള്ള കഴിവൊന്നും അയാൾക്ക് ഇല്ല എനിക്ക് തോന്നി. അയാളൊരു പാവത്താനാണെന്ന് തോന്നി. ഐ ടുക്ക് മൈ മൈൻഡ് അവേ ഫ്രം ദം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സ്വാഭാവികമായിട്ടും അവരെ എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കി. ആൻഡ് ഡിസൈഡഡ് വൺസ് ആൻഡ് ഫോർ ആൾ ദാറ്റ് ഇറ്റ് ഈസ് നോ ഗുഡ് തിങ്കിങ് അബൌട്ട് റിയൽ പീപ്പിൾ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള റിയൽ പീപ്പിളിനെ വെച്ചിട്ട് ഒരിക്കലും കഥയിലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തീരുമാനിച്ചു. യു മസ്റ്റ് ക്രിയേറ്റ് യുവർ ക്യാരക്ടേഴ്സ് ഫോർ യുവർ സെൽഫ്. അപ്പോൾ നിങ്ങളുടെ കഥാപാത്രങ്ങൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. someone you see in a tram or a train or a restaurant is a possible starting point. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ആരെങ്കിലും, നമ്മളിപ്പോൾ ട്രാം എന്ന് വെച്ചാൽ യാത്ര ചെയ്യുന്നൊരു വാഹനമാണ്, അതുപോലത്തെ ട്രെയിനകത്താണെങ്കിലോ അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് നമ്മൾ ആരെങ്കിലും കണ്ടുമുട്ടുകയാണെങ്കിൽ ബിക്കോസ് യു ക്യാൻ മേക്ക് അപ്പ് സംതിങ് ഫോർ യുവർ സെൽഫ് അബൌട്ട് ദം. അപ്പോൾ അത്തരം ആളുകളെ നമുക്ക് കണ്ടുമുട്ടി കഴിഞ്ഞാൽ, നമ്മുടെ കഥാപാത്രത്തിന് അനുയോജ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരം ആളുകൾ നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും.